മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ഇന്നലെയാണ് വളരെ സങ്കടകരമായ സംഭവം. അമ്മയെ കാട്ടാന ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുകയായിരുന്നു അലൻ ജോസഫ്. അതിനിടയിൽ കാട്ടാന കുത്തുകയായിരുന്നു. വനം വകുപ്പിന് അനാസ്ഥ ആരോപിച്ച് മുണ്ടൂരിൽ നിന്ന് CPIM ഹർത്താലാണ്. പാലക്കാട് ചുള്ളിമട ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ശ്രീജിത്ത് ശ്രീകുമാരൻ മുണ്ടൂരിൽ നിന്നും. ശ്രീജിത്ത്, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭവത്തിലെ അങ്ങേയറ്റത്തെ ദാരുണാവസ്ഥ, അങ്ങേയറ്റത്തെ സങ്കടകരമായ സാഹചര്യം, സ്വന്തം അമ്മയെ കാക്കാൻ ഇറങ്ങിയ ഒരു മകന് കുത്തേറ്റ് മരിക്കേണ്ട സാഹചര്യം. രണ്ടാമത്തെ കാര്യം, വനം വകുപ്പിനെതിരെ CPM നടത്തുന്ന സമരം. അതിലും ഒരു രാഷ്ട്രീയ കൗതുകമുണ്ടല്ലോ. ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ അവസ്ഥ? രാഷ്ട്രീയ കൗതുകം ഉണ്ട് എന്ന് മാത്രമല്ല, വനംവകുപ്പിനെതിരെ നിരവധി തവണ CPM മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. നിരവധി തവണ നമ്മളിപ്പോൾ ആ പ്രദേശത്താണ് ഉള്ളത്, കയറാങ്കോടം ആ മേഖലയിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇവിടെ വെച്ചാണ് കാട്ടാന ആക്രമണം നടക്കുന്നത്. അലൻ ജോസഫിന് കുത്തേൽക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇന്നലെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങി കയറാങ്കോടം നിന്ന് ഈ പ്രദേശത്തേക്ക്, ഇവരുടെ വീട് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് ഇങ്ങ് വരികയായിരുന്നു. അവിടെ പാൽപ്പാക്കറ്റും അത്തരത്തിൽ വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. അവരുടെ ചെരുപ്പുകളൊക്കെ ചിന്നിച്ചിതറി കിടക്കുന്നത് കാണാം. ഇവിടെ എത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ചക്ക തിന്നാൻ വേണ്ടിയാണ് ആന എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആ ചക്കയൊക്കെ ആന കൃത്യമായ രീതിയിൽ അവിടെ കടിച്ച് വലിച്ച് ഇട്ടിട്ടുണ്ട്. ആന ആദ്യം ആക്രമിക്കുന്നത് വിജിയെയാണ്. അലൻ ജോസഫിന്റെ അമ്മ. ആ വിജിയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മകനെയാണ് പിന്നീട് കുത്തുന്നത് എന്നാണ് പറയുന്നത്. നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. നമുക്ക് ഇവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ട്. ഈ നാട്ടുകാരൻ തന്നെയല്ലേ, തൊട്ടപ്പുറത്തല്ലേ വീട്? സ്ഥിരമാണോ ഈ കാട്ടാന ഇങ്ങനെ? സ്ഥിരമായിട്ട് വരുന്നതാണ്. എന്താണ് ഒരു അവസ്ഥ? ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കുന്നു. അവര് വരും, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ റൗണ്ട്സിന് വരും, അങ്ങനെ പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല. കൂട്ടമായിട്ടാണോ വരുന്നത്, ഒറ്റയ്ക്കാണോ? കൂട്ടമായിട്ടാണ് വരുന്നത്. വീടുകളിലേക്കൊക്കെ ആക്രമണത്തിന് മുൻപ് അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന ആ വീട്ടിന്റെ ഗേറ്റൊക്കെ വന്ന് അടിച്ച് തള്ളിയിട്ടൊക്കെ മുറിച്ചിട്ട് അതിപ്പോ ഒരു 2 മാസം ഉണ്ടായിട്ടുണ്ടാവും. ഉള്ളിലേക്ക് കയറി. എത്ര ആനകളുണ്ട് ചേട്ടാ? 3 ആനയൊക്കെയാണ് ഇതേ വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത്. അന്ന് വന്നിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അവിടെ അങ്കനവാടി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ റോഡിൻ്റെ പരിസരത്ത്, അത് എൻ്റെ വീട്ടിൻ്റെ പുറകിൽ കൂടെ 3 പ്രാവശ്യം വന്നു. ഒരാനയാണ്. ഒരു ദിവസം 9:45 10 മണിക്ക് മുമ്പായിട്ട് വന്നു. പിന്നെ ഒരു ദിവസം 12 മണിക്ക്, അങ്ങനെ 3 പ്രാവശ്യം വന്നു. ഒരു 15 ദിവസം മുമ്പ് വന്നിട്ട് വന്ന വഴി കൂടെ, ഒരേ വഴി കൂടെ തന്നെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവര് ഇങ്ങനെ നടന്നു പോയിരുന്നു അല്ലേ? ഇത് കൂടെ വീട്ടിലേക്ക് നടന്നു പോയിരുന്നു. ഈ പയ്യൻ എന്താണ് ചെയ്യുന്നത് ജോലി? അവൻ ഇവിടെ ഒരു കമ്പിക്കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നിർത്തിയിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി കൊല്ലത്ത് അവിടെ പഠിക്കാൻ പോയിട്ട് വന്നതാണ്. ഇപ്പോൾ തീർച്ചയായും അതാണ് പറയുന്നത്. അവർ അങ്ങോട്ട് കുറച്ച് അപ്പുറത്താണ് അവരുടെ വീട്. ഈ പിതാവ് ജോസഫ് എന്ന വിനു അടക്കം വലിയ വിഷമത്തിലാണ് ആ പ്രദേശത്ത് ഈ ഒരു ഘട്ടത്തിലുള്ളത്. എന്നാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അതിൽ രാഷ്ട്രീയ കൗതുകമല്ല ഹാഷ്മി, ഈ പ്രദേശ ജനങ്ങളുടെ വികാരമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ വികാരത്തിനൊപ്പം ഒരുമിച്ച് നിൽക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ CPIMന്റെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗവും ഇവിടുത്തെ നേതാവും ഒക്കെയായ PA ഗോകുൽദാസ് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചത്, തങ്ങൾക്ക് അടിയന്തരമായി ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന നിർദ്ദേശം അവരുടെ ഭാഗത്തുനിന്ന് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചവരെ ഹർത്താൽ CPIM ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുണ്ടൂരിൽ ഹർത്താലാണ്. ഇത് കൂടാതെ 10 മണിക്ക് BJPയുടെ DFO ഓഫീസ് മാർച്ചുണ്ട്. ഇവിടെ നിന്നൊരു പ്രതിഷേധം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കയറാങ്കോട്ടേക്ക് നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.